ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1173ന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത കുറെ പേരെ മെൻഷൻ ചെയ്യാനുണ്ട്. വർഗീസ് KR7687 എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ $2.99 സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ പ്രസന്റേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെ ഈ സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട് ബ്രോ. അടുത്തതായിട്ട് സ്കാഡോസ്കി എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ £2 സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട് മെയ്റ്റ് ഫോർ ദിസ് ബിഗ് സപ്പോർട്ട്. അടുത്തതായിട്ട് സഞ്ജയ് മോഹൻ 369 എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ €2.49 സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട് ബ്രോ. താങ്ക്സ് എ ലോട്ട്. അടുത്തതായിട്ട് ജോൺവിക് 7899 എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ₹200 സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കൂട്ടുകാരാ. നിങ്ങളുടെ ഈ സപ്പോർട്ട് തരുന്ന മോട്ടിവേഷൻ ചില്ലറയൊന്നും അല്ല. അടുത്തതായിട്ട് നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കൈലാസ് നമ്പ്യാർ 783 പിന്നെ ക്വാറന്റീൻ എക്സ് രണ്ടുപേരും ₹40 വെച്ച് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. കൈലാസ് ബ്രോ, ഹരീഷ് ബ്രോ, 2 പേർക്കും ഒരു വലിയ നന്ദി. അടുത്തതായിട്ട് നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് അഭിലാഷ് KV 9762 അതേപോലെ തന്നെ അഭിനവ് രണ്ടുപേരും ₹40 വെച്ച് സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രോഹാറ്റ്സിന്റെ ഫൈനൽ വില്ലൻ ആരാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് അഭിലാഷ് ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് തിയറി നോമി വീഡിയോയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ബ്രോ. പിന്നെ നിങ്ങളുടെ 2 പേരുടെ ഈ വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ട്രഫാൽഗറിലോ ₹40 സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ബ്രോ വലിയൊരു മെസ്സേജ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂപ്പർ താങ്ക്സിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മനസ്സ് നിറഞ്ഞത് ആ മെസ്സേജ് വായിച്ചപ്പോഴാണ്. എന്റെ എക്സ്പ്ലനേഷൻ ഇത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സോ ഒരുപാട് നന്ദിയുണ്ട് ബ്രോ സൂപ്പർ താങ്ക്സിനും പിന്നെ ഈ പറഞ്ഞ വാക്കുകൾക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള മാലിപ്സ് ₹40 സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഉപയോഗിച്ച് പുള്ളിയുടെ വൈഫിനെ കൂടെ വൺ പീസ് അഡിക്റ്റ് ആക്കി എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മളുടെ റെക്കമെൻഡേഷനിലൊക്കെ ഒരാൾ കൂടി വൺ പീസ് കാണുന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ വൺ പീസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. സോ അപ്പോൾ ഒരുപാട് നന്ദി ബ്രോ ഈ വലിയ സപ്പോർട്ടിന്. നിങ്ങളുടെ സ്ഥിരം സപ്പോർട്ടർ കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തില്ലേ? ഡിഡ് ഹി ക്യൂ അപ്പ്? അതെ, ചെയ്തില്ല, വൈകിപ്പോയി. പക്ഷേ ലേറ്റ് ആയിട്ട് വന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സ്ഥിരം സപ്പോർട്ടറായിട്ടുള്ള ഫുൾ ബോയ് 10 കഴിഞ്ഞ ദിവസം ₹40 സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ റിസ്വാൻ ബ്രോ, താങ്ക്സ് എ ലോട്ട്. ഇവരെ കൂടാതെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്ന എൻ്റെ മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. നിങ്ങളുടെ എല്ലാവരുടെ ഈ സപ്പോർട്ടൊക്കെ എനിക്ക് വലിയൊരു മോട്ടിവേഷനാണ്. കമൻസ് ഒക്കെ ഒരുപാട് ഇങ്ങനെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. സോ അതുകൊണ്ട് എന്നും എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവണം. നമ്മളുടെ ചാനൽ അതേപോലെ 6000 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. നേരെ നമുക്കിനി നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്ററിന്റെ കവർ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മൂക്കിൽ തേൻ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കുകയാണ് ഉസോപ്പ്. ഉസോപ്പിന്റെ സൈഡിലുള്ള മരത്തിന്റെ പിന്നിൽ പതുങ്ങി ചോപ്പർ നിപ്പുണ്ട്. ചോപ്പർ ആണെങ്കിൽ ആ തേൻ കണ്ടിട്ട് ഇങ്ങനെ കൊതിയിടുന്നുണ്ട്. അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഒരു ക്യൂട്ട് കവർ ഫോട്ടോ ആണിത്. കഴിഞ്ഞ ചാപ്റ്റർ എവിടെ അവസാനിച്ചോ അവിടുന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഡോറിയും ബ്രോഗിയും മറ്റ് ഡോമി റിവേഴ്സി ജയന്റുകളും എല്ലാം കൂടെ ജാറൂളിന്റെ നേർക്ക് ജാറൂളിനെ കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞടുക്കുന്നുണ്ട്. ഡീമൻസ് ആയിട്ടുള്ള ഡോറിയും ബ്രോഗിയും ഒക്കെ ഇങ്ങനെ കൊല്ലാനായിട്ട് തന്നെ വരുന്നത് കണ്ടിട്ട് ജാറൂൾ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറിപ്പോയല്ലോ ഡോറി, ബ്രോഗി. ഹാജറുദ്ദീൻ ആൻഡ് ടീം ഇപ്പോൾ ഈ ജയൻസിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഹാജറുദ്ദീൻ ഇപ്പോൾ സോറോയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞ നിന്റെ ആ പ്ലാൻ? സോറോ ഇപ്പോൾ പറയുന്നുണ്ട്, പ്ലാനൊക്കെ ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാനിവരെ വെട്ടിത്താഴെ ഇട്ടു എന്ന് വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, അവരെല്ലാം നമ്മളുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. എല്ലാവരും ജയന്റ് വാരിയർ പൈറേറ്റ്സിലെ അംഗങ്ങളാണ്. ഇപ്പോൾ ഈ ഡയലോഗിന്റെ ബാക്കി പറയുന്നത് സ്റ്റാൻസൻ ആണ്. പുള്ളി പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ജാറുൽ സമയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള കാര്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ നിനക്ക് അവരെ വെട്ടി താഴെയിടാം, പക്ഷെ ഒരുപാട് ആഴത്തിലൊന്നും മുറിവേൽപ്പിക്കരുത്. റെസ്പെക്ട് അർഹിക്കുന്ന എൽബാഫ് വാരിയേഴ്സ് തന്നെയാണ് അവരും. ഇപ്പോൾ ഈ ഡോമി റിവേഴ്സിൽ പെട്ട ജയൻസ് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹാജറുദ്ദീൻ സ്റ്റാൻസനും അല്ലേ നിൽക്കുന്നതെന്ന് അവന്മാർ ചോദിക്കുന്നു. പുല്ല്, അവന്മാർ നമ്മളെ സ്പോട്ട് ചെയ്തു എന്ന് ഇപ്പോൾ ഹാജറുദ്ദീൻ പറയുന്നുണ്ട്. സ്റ്റാൻസൻ ആണേലും പറയുന്നുണ്ട്, അവന്മാരുടെ ഇടയിൽ പെട്ടുപോകരുത്, പണി കിട്ടുമെന്ന്. ഈ ഡീമനായി മാറിയവന്മാർ ഇപ്പോൾ ഇവരെ കളിയാക്കുന്നുണ്ട്. നീയൊക്കെ ജയൻസിനെ മുഴുവൻ ഒറ്റ കെട്ടാക്കാൻ നോക്കുമായിരുന്നല്ലോ, അതെന്തായി എന്ന് ഒരുത്തൻ ചോദിക്കുന്നുണ്ട്. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു മിഷൻ അല്ലേ എന്ന് മറ്റവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇവന്മാർ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇതുകൂടി കേട്ടപ്പോഴത്തേക്ക് സ്റ്റാൻസനും ഹാജറുദ്ദീനും മൊത്തം കയ്യിന്ന് പോയി. അവരെന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, റോറോണോവാ ഒന്നും നോക്കണ്ട, പോയി എല്ലാത്തിനെയും പണിഞ്ഞേക്ക്.
ഓക്കെ ബ്രദർ, ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സോറോ ഹാജറുദ്ദീന്റെ ഷോൾഡറിൽ നിന്ന് ഒറ്റ ചാട്ടം ചാടുന്നുണ്ട് ആ ജയൻസിന് നേരെ. സോ ഇപ്പോൾ സോറോയുടെ പ്ലാൻ എന്ന് പറയുന്നത് ജയൻസിന്റെ തലയിൽ ചവിട്ടി ചവിട്ടി ജമ്പ് ചെയ്തു പോയി അവരെ അറ്റാക്ക് ചെയ്യാനാണ്. ഗ്രൗണ്ടിൽ കൂടെ ചെന്ന് രണ്ടുപേരുടെ ഇടയിൽ പെട്ടുപോയാലല്ലേ ഡീമൻ ആകൂ. സോ ഇപ്പോൾ സോറോയുടെ ബുദ്ധി വിമാനമാണല്ലോ എന്ന് സ്റ്റാൻസനും ഹാജറുദ്ദീനും കൂടെ പറയുന്നു. സ്റ്റാൻസനും ഹാജറുദ്ദീനും ഇപ്പോൾ ഇതേ സമയം രണ്ട് സൈഡിൽ നിന്ന് ഈ ജയൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുകയാണ്. ഈ ഡോമി റിവേഴ്സി ജയൻസ് എല്ലാം ഇപ്പോൾ ഇങ്ങനെ വട്ടം നിൽക്കുകയാണ്. സോറോ ഇപ്പോൾ ഓരോരുത്തന്മാരുടെ ഹെൽമെറ്റിൽ ചവിട്ടി ചവിട്ടി ജമ്പ് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എയറിൽ എല്ലാ ജയൻസിന്റെ ടോപ്പിൽ വന്നിരിക്കുകയാണ് സോറോ. നമ്മളുടെ മുകളിൽ ഇത് വെറും ഒരു കുഞ്ഞു മനുഷ്യനാണല്ലോ ഈ നിൽക്കുന്നതെന്ന് ഈ ജയൻസ് പറയുന്നുണ്ട്. സോറോ ആണെങ്കിൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. കിഡിലിനൊരു പാനലാണ്. നമ്മുടെ AOTയിൽ ആ ഫോറസ്റ്റിൽ വെച്ചുള്ള ഫൈറ്റിൽ ക്യാപ്റ്റൻ ലീവൈ നിൽക്കത്തില്ലേ, ഏതാണ്ട് ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ഐറ്റം. സോറോ ഇപ്പോൾ ഒരു നെയിംഡ് അറ്റാക്ക് തന്നെ വെച്ച് കീച്ചിരിക്കുകയാണ്. സാന്റോറിയു സീക്രട്ട് ടെക്നിക് ക്രോസിംഗ് ദ 6 പാത്സ്. ഇപ്പോൾ ഒരൊറ്റ വെട്ട് ജയൻസ് ഒക്കെ അയ്യോ ഒത്തോന്ന് വിളിച്ചു കൂവി പല സൈഡിലോട്ട് തെറിച്ചു പോകുന്നുണ്ട്. നീ ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ചില്ല, തകർത്തടാ മോനെ റോറോണോവ എന്നിപ്പോൾ സ്റ്റാൻസൺ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ ജമ്പ് ചെയ്തു വരുന്ന സോറോനെ ഡോറിയും ബ്രോഗിയും നോട്ടീസ് ചെയ്യുന്നുണ്ട്. റോറോണോവ എന്ന് വിളിച്ചപ്പോൾ അവർ അലറുന്നുണ്ട്. സോറോ ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഡോറി ബ്രോഗി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സോറോയ്ക്ക് അവരെ അറ്റാക്ക് ചെയ്യണമെന്നില്ല. അവരാണെങ്കിൽ ഇപ്പോൾ സോറോയ്ക്ക് നേരെ ആയുധങ്ങളും കൊണ്ട് വരികയാണ്. സോറോ ഇപ്പോൾ കയ്യിലിരിക്കുന്ന 2 വാള് ഒരുമിച്ച് വീശിയിട്ട് ആ ഒരു ഫോഴ്സിൽ വേറെ ഡയറക്ഷനിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ഒനിഗാഷിമേൽ വെച്ച് കിങ്ങുമായിട്ടുള്ള ആ ഒരു ഫൈറ്റിലും സോറോ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തായിരുന്നു. മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ ക്ലിയർ ലാൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് തെറിച്ച് മാറിയത്. എന്തായാലും ഇപ്പോൾ സോറോ മാറിയത് കൊണ്ട് തന്നെ ഡോറിയുടെയും ബ്രോഗിയുടെയും വെപ്പൺസ് പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തു. ആ ലിറ്റിൽ ഗാർഡനിൽ വെച്ച് കണ്ട ആ ഫൈറ്റിന്റെ ഒരു ഡീമോണിക് വേർഷൻ. സോറോ ഇപ്പോൾ ഈ സീൻ കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. ജാർലാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഡോറി ബ്രോഗി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോറിക്കും ബ്രോഗിക്കും നല്ല 2 സ്ലാഷ് ആണ് പരസ്പരം കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ അവരവിടെ കിടന്ന് അലറുന്നുണ്ട്. ചുറ്റും നിൽക്കുന്ന ജയൻസ് ആണെങ്കിലും ക്യാപ്റ്റൻ ഡോറി ക്യാപ്റ്റൻ ബ്രോഗി എന്നൊക്കെ വിളിച്ച് അലറുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ബ്രൂക്ക് എവിടെയാണെന്ന് കാണിക്കുന്നുണ്ട്. ബ്രൂക്ക് ഗുങ്കോയുടെ ആ ആരോസിന്റെ കെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. പുള്ളിക്ക് നടക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ പുഴു എഴയുന്നത് പോലെ ആ 8-ാം നമ്പർ മരക്കൊമ്പിന്റെ റൂട്ടിൽ കൂടെ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് പോകുന്നുണ്ട്. ആകെ വയ്യാതെ ബ്രൂക്ക് ഇങ്ങനെ ചുമക്കുകയും കിതക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ബ്രൂക്ക് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമു പൊസസ് ചെയ്തിരിക്കുന്ന ഗുങ്കോയുടെ അടുത്തേക്കാണ്. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് ഗുങ്കോയുടെ അടുത്തെത്തിയിട്ട് ബ്രൂക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നീ പ്രിൻസസ് ഷുറി അല്ലേ? ഇത് ശരിക്കും നീ തന്നെയല്ലേ? ഇപ്പോൾ ഗുങ്കോയും ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നുണ്ട്. ബ്രൂക്കും അവളെ തന്നെ നോക്കുന്നുണ്ട്. ബ്രൂക്ക് ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, പക്ഷേ നീ അവളാവാൻ ഒരു വഴിയില്ല, എനിക്കത് അറിയാം. എന്നാലും നിനക്ക് അവളുടെ നല്ല രൂപസാദൃശ്യമുണ്ട്. അതാണ് നിന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അവളെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു. അതാണ് നിന്നെ നേരിട്ട് അടുത്ത് കണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇത്ര കഷ്ടപ്പെട്ടു വന്നത്. ഇനിയിപ്പോൾ നീ അവളല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും രക്തബന്ധം ഉണ്ടാവും അല്ലേ? പ്രിൻസസ് ഷുറി ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അവൾക്കിപ്പോൾ കുറഞ്ഞതൊരു 80 വയസ്സെങ്കിലും കാണും. എന്നെ ഇപ്പോഴത്തെ എൻ്റെ ഈ കോലത്തിൽ കണ്ട അവൾ തിരിച്ചറിയാൻ ഒരു വഴിയില്ല. ഇപ്പോൾ ഗുങ്കോ അഥവാ ഇമു ബ്രൂക്ക് ഈ പറയുന്നതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ബ്രൂക്ക് ഇപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്, എന്നാലും നിന്റെ ഈ രൂപം അവളുടേതുപോലെ തന്നെ നീല തലമുടി, അതേപോലെ തന്നെ കണ്ണിലെ കൃഷ്ണമണികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള നിറം, പിന്നെ ഹോളി ലാൻഡുമായിട്ട് നിനക്കുള്ള കണക്ഷൻ, എന്റെ പാട്ടിനോട് നിനക്കുള്ള ഇഷ്ടം എല്ലാം കണക്റ്റ് ആവുന്നുണ്ട്. ഹേയ് പ്രിൻസസ് ഷുറി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് നീ സ്വന്തം അച്ഛൻ്റെ ജീവൻ എടുത്ത രാജകുമാരിയാണ്. നീ കൊന്നുകളഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. എനിക്ക് ഒരുപാട് കടപ്പാടുണ്ടായിരുന്നു ആ മനുഷ്യനോട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബ്രൂക്ക് അലറുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഗുങ്കോയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവളുടെ സ്വബോധത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഉടനെ പണ്ട് ഹരാൾഡിനെയൊക്കെ ചെയ്തതുപോലെ ഗുങ്കോയുടെ മേലുള്ള കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇമു നോക്കുന്നുണ്ട്. ഗുങ്കോ, നീ എന്റെ കൺട്രോൾ വിട്ടുപോകാൻ ശ്രമിക്കുകയാണോ? നിന്റെ ഓർമ്മകൾ നിന്നിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നിപ്പോ ഇമു ചോദിക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് നിമിഷത്തേക്ക് ഇമുവിന്റെ കൺട്രോളിൽ നിന്നും പുറത്തു വന്ന ഗുങ്കോ ബ്രൂക്കെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ ആ ആരോസിന്റെ കെട്ടും ഒന്ന് അയക്കുന്നുണ്ട്. ഇപ്പോൾ ദേഹത്തുള്ള ആ ആരോസ് ഒക്കെ ഇങ്ങനെ അയഞ്ഞു പോയത് കണ്ടിട്ട് ബ്രൂക്ക് ഞെട്ടുന്നുണ്ട്. പോർട്ടിലേക്ക് പോകുന്ന ആ കുട്ടികളെ ലീഡ് ചെയ്യുന്ന ആരോ ആണെങ്കിലും ഒന്ന് അയഞ്ഞ് ഇങ്ങനെ വെട്ടി വിറയ്ക്കുന്നുണ്ട്. ഇത് ഷെയ്ക്ക് ആവുന്നുണ്ടല്ലോ എന്ന് ഇപ്പൊ പിള്ളേരും പറയുന്നു. എന്തായാലും ഇപ്പൊ ബ്രൂക്ക് ആ ആരോസിൽ നിന്നും ഫ്രീ ആയിട്ടുണ്ട്. ഇമു ഇപ്പോൾ ആകെ കലിപ്പിൽ ചോദിക്കുന്നുണ്ട്, ഗുങ്കോ നീ ഇതെന്ത് ഷോ ആയി ഇറക്കുന്നേ? അവളാണെങ്കിൽ ഇപ്പോൾ ബ്രൂക്കിനോട് എന്തോ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഇമു വീണ്ടും കൺട്രോൾ തിരിച്ചെടുക്കുകയാണ്. ബ്രൂക്കിനെ ചുറ്റി ആ അയഞ്ഞു കിടന്ന ആരോസ് ഇപ്പോൾ വീണ്ടും മുറുകുന്നുണ്ട്. ബ്രൂക്ക് ആണേലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അയഞ്ഞപ്പോഴേ ചാടി മാറിയത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെയും ട്രാപ്പ് ആയേനെന്ന്.
ബ്രൂക്ക് ഇപ്പോ വീണ്ടും ഗുങ്കോയ്ക്ക് നേരെ അലറുന്നുണ്ട്. നീ ഇപ്പൊ എന്താ എന്റെ അടുത്ത് പറഞ്ഞേ? ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളാനല്ലേ? ഞാനിവിടെ നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കാനാ വന്നത്. നീ ആരാണെന്നുള്ള സത്യം പറ. ഇപ്പോൾ ഇമു കൺട്രോൾ ചെയ്യുന്ന ഗുങ്കോ ആണെങ്കിൽ ഇത് കേട്ടിട്ട് പെട്ടെന്ന് ചാടി ചെന്ന് ബ്രൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബ്രൂക്ക് ആണെങ്കിൽ അത് ആ ഷീൽഡ് വെച്ചിട്ട് തടുക്കുന്നുണ്ട്. ഇമു എന്നിട്ട് ഇപ്പോൾ ബ്രൂക്കിനോട് പറയുന്നുണ്ട്, നാവടക്കടാ, നീയും ഗുങ്കോയും തമ്മിൽ എന്താണ് ബന്ധം? ഇനി നമ്മളെ ഈ 8ാം മരക്കൊമ്പിലെ തന്നെ ഉസോപ്പും നാമിയൊക്കെ ഇരിക്കുന്ന സൈഡാണ് കാണിക്കുന്നത്. ഇപ്പൊ അവരും അവിടെ ആ ഗുങ്കോയുടെ ആരോസിൽ നിന്ന് ഫ്രീ ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഫൈനലി ഫ്രീ ആയി. ഇതെന്റെ ടെലികൈനസിസ് പവർ കൊണ്ട് സംഭവിച്ചതാണെന്നാണ് എന്റെ ഊഹം എന്നൊക്കെ ഉസോപ്പ് പറയുന്നുണ്ട്. ജിംബെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് ആ ആരോസ് ലൂസായി, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇപ്പോൾ ഇവരെല്ലാം ഫ്രീ ആയി, പക്ഷെ റോബിന്റെ ദേഹത്ത് ആ സോമേഴ്സിന്റെ മുള്ള് ചുറ്റിയിരിപ്പുണ്ട്. സോ അവള് ഫ്രീ ആയിട്ടില്ല. ഇപ്പൊ ആ മുള്ളുകൾ ഇങ്ങനെ അഴിക്കാൻ നോക്കിക്കൊണ്ട് നാമി പറയുന്നുണ്ട് റോബിന്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന്. റോബിനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല നാമി, ഏറ്റവും പ്രധാനം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി ആ കുട്ടികളെ സേവ് ചെയ്യണം. ജിംബെ ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഈ പടിഞ്ഞാറൻ വില്ലേജ് എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഇല്ലേ? ആൻജ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്, പക്ഷെ സമയത്തിന് അവൾ അവിടെ എത്തുമെന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പൊ ഇവരെല്ലാം ഇത്രയും സീരിയസ് ആയിട്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസോപ്പ് ഈ ആരോസ് ലൂസ് ആയത് അവന്റെ ടെലികൈനസിസ് പവർ കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ കില്ലിംഗ്ഹാം ഉണ്ടാക്കിയ ഒരു മോൺസ്റ്ററിന്റെ മേലെ ആ പവർ പ്രയോഗിക്കാനായിട്ട് നോക്കുന്നുണ്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പെട്ടെന്ന് ഇപ്പോ ദൂരെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. അത് സാഞ്ചി കുഞ്ഞാണല്ലോ എന്ന് ഇപ്പൊ നാമി പറയുന്നുണ്ട്. ഇനി നമ്മളെ പടിഞ്ഞാറൻ വില്ലേജിനടുത്തുള്ള ആ പോർട്ടാണ് കാണിക്കുന്നത്. കുട്ടികൾ ആ കപ്പലിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ തന്നെ ആ മുള്ളുള്ള ഡ്രാഗണിന്റെ മണ്ടയ്ക്ക് കയറി സോമേഴ്സും ഉണ്ട്. സോമേഴ്സ് ഇപ്പൊ അവിടെ നിന്ന് ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, അങ്ങോട്ട് അനങ്ങി നടക്കിനടാ പിള്ളാരെ, നമ്മളിതേ എത്താറായി. കോളോണി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, മുൻ വെൽഡർ ജാറുള്ളു പറഞ്ഞ ചെകുത്താന്മാരിൽ ഒരുത്തനല്ലേടാ നീ? ഇപ്പൊ ഈ ചെയ്യുന്നതൊക്കെ വേണ്ടായിരുന്നു നിനക്കൊക്കെ തോന്നുന്നൊരു സമയം വരും, നോക്കിക്കോ. ഈ എൽബാഫ് ഇവിടെ ഉള്ളവരും ഡബിൾ സ്ട്രോങ് ആണ്. സോമേഴ്സ് ഇപ്പൊ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, ആടാ മോനെ, നീയൊക്കെ നല്ല സ്ട്രോങ് ആണെന്ന് ഞങ്ങക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടല്ലേടാ നിന്നെയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാൻ പോന്നേ. അല്ല അതിരിക്കട്ടെ, നീ ഗബാന്റെ പ്രൊഡക്ഷൻ അല്ലേ? കോളോണി ഇപ്പോ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നാ വടക്കടാ, മര്യാദക്ക് ഈ മുള്ളുകൊണ്ടുള്ള കെട്ടഴിച്ചു വിട്ടു. ഇപ്പൊ മറ്റു കുട്ടികളും പറയുന്നുണ്ട്, അത് തന്നെ, തന്റെ ഇടം ഉണ്ടെങ്കിൽ ഈ കെട്ടഴിച്ചു വിട്ടിട്ട് ഞങ്ങളോട് ഫൈറ്റിന് വാ. സോമേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോടാ നീയൊക്കെ, പക്ഷേ ഇനി ഒരു ഫൈറ്റിനുള്ള ടൈം ഇല്ല. ദേ പോർട്ടിങ് എത്തി, കപ്പൽ ഇവിടുന്ന് നോക്കിയാൽ കാണാം. സോ വേണമെങ്കിൽ അവസാനമായിട്ട് നീയൊക്കെ ഈ എൽബാഫ് ഒന്നുകൂടി കണ്ടു. ഇനി നീ ഒറ്റ ഒരെണ്ണവും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. കുട്ടികളിപ്പോൾ ആകെ ടെൻസ്ഡ് ആവുന്നുണ്ട്. അയ്യോ ഞങ്ങൾക്കപ്പം ഞങ്ങളുടെ അച്ഛനെ അമ്മേനെയും കാണാൻ പറ്റില്ലേ, ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിടന്ന് അലറുകയാണ്. സോമേഴ്സ് ഇപ്പോൾ ഡെൻഡൻ മുഷിയിൽ ഇമുനെ, അതായത് ഗുങ്കോയെയും പിന്നെ കില്ലിംഗ്ഹാമിനെയും കണക്ട് ചെയ്തിട്ട് ഇവിടുത്തെ മിഷൻ ഏതാണ്ട് അവസാനിക്കാറായി എന്ന് പറയുന്നു. കില്ലിംഗ്ഹാം ആണേലും പറയുന്നുണ്ട്, ഞാൻ പോർട്ടിലേക്ക് എത്താറായി, അവിടെ എന്താണ് അവസ്ഥ എന്ന്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോർട്ടില് കുട്ടികളുടെ പുറകെ ജയൻസിന്റെ ഒരു പട തന്നെ വരുന്നുണ്ട്. കോളോൺ, ഇൽവ, ഒലാഫ് എന്നൊക്കെ ഈ കുട്ടികളുടെ പേര് വിളിച്ചുകൊണ്ട് ജയൻസ് ഓടി വരുന്നു. ഇവരെങ്ങനെ ഇവിടെ എത്തിയേ? കില്ലിംഗ്ഹാമിന്റെ മോൺസ്റ്റേഴ്സ് ഇവരെ സ്റ്റോപ്പ് ചെയ്തില്ലേ എന്ന് സോമേഴ്സ് ചോദിക്കുന്നു. ഇപ്പോൾ ഓടി വരുന്ന റിപ്ലിയൻ ടീമിനെയും കണ്ടിട്ട് കോളോൺ പറയുന്നുണ്ട്, എന്റെ അമ്മയും ബാക്കിയുള്ളവരും ആ വരുന്നത്. ഇപ്പോൾ ഒലാഫ് ആണെങ്കിൽ ഒയ്മോ അപ്പൂപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇൽവ ഇപ്പൊ ഇവരോട് വിളിച്ചു പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചു വാ, ദേ നിങ്ങളുടെ മുകളിൽ നോക്ക്. ഇപ്പോ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ബ്ലാക്ക് നിക്ക മോൺസ്റ്റർ ഇവരുടെ വഴി തടഞ്ഞിരിക്കുകയാണ്. അതിന്റെ കയ്യിലെ ആ കത്തി ഈ ജയൻസിന്റെ മുന്നിൽ കുത്തി നിർത്തിയിരിക്കുകയാണ്. കുട്ടികളിപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, അയ്യോ ഇത് നിക്കയല്ലേ, എല്ലാം നശിപ്പിക്കുന്ന ദൈവം. സോ ഇപ്പൊ ഈ സേവ് ചെയ്യാനായിട്ട് വന്ന അമ്മമാരുടെ അടുത്ത് ഈ കുട്ടികൾ ഓടിപ്പൊക്കോളാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ പിള്ളേരുടെ അമ്മമാരാണെങ്കിൽ ഇപ്പോൾ ഈ നിക്കയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീയാണോ നിക്ക? നീ എവിടുത്തെ നിക്കയാടാ? ഞങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഞങ്ങളും വാരിയേഴ്സിന്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർ തന്നെയാടാ എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോ ഈ നിക്കയെ തലങ്ങും വിലങ്ങും അടിച്ച് പറിക്കുകയാണ്. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ. ഇപ്പൊ ഇവർ ഇത്രയും സ്ട്രോങ് ആണോ എന്ന് ആലോചിച്ച് കുട്ടികൾ തന്നെ അമ്പരന്ന് പോകുന്നുണ്ട്. ആ നിക്ക മോൺസ്റ്റർ ഇപ്പൊ ആകെ കലിപ്പിൽ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഗോൾഡ്ബർഗും ഗേഡ് റോഡും ഇപ്പൊ ഈ കുട്ടികളുള്ള സ്ഥലം കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എത്ര സ്പീഡിൽ ഓടിയാലും ഉടനെ അവിടെ എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ഗോൾഡ്ബർഗും ഗേഡും ഇവിടെ നിന്നുകൊണ്ട് ഒരു കമ്പൈൻഡ് അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. 2 ജനറൽസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ ആ നെയ്മഡ് അറ്റാക്ക് അങ്ങോട്ട് തുടങ്ങാൻ പോകുമ്പോഴേക്കും റോഡ് വന്നിട്ട് പറയുന്നുണ്ട്, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ, എൻ്റെ അനിയനെ എനിക്ക് സേവ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഇപ്പോൾ അവർ 3 പേരുകൂടി അറ്റാക്ക് ചെയ്യുകയാണ്. 3 ജനറൽസ്, ഗൊക്കൊക്കു സോവറൈനിറ്റി, നമ്മുടെ ഡോറിയുടെയും റോഗിയുടെയും ഹക്കൊക്കു സോവറൈനിറ്റി ഉണ്ടല്ലോ അതുപോലെ. ഇപ്പോൾ ആ അറ്റാക്ക് ആ നിക്കയുടെ ദേഹം തുളച്ചു പോയിട്ടുണ്ട്. അതിപ്പോ തെറിച്ച് സോമേഴ്സിന്റെ ദേഹത്തേക്ക് വീഴാൻ പോവാണ്.
ഇതെന്ത് പണ്ടാരമാണ്, നീ എന്നെ തവിടുപൊടിയാക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചോണ്ട് ഇപ്പോൾ സോമേഴ്സ് കയ്യിലുള്ള ആ മുള്ളു വെച്ച ഗത എടുത്ത് നിക്കയെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് അതി എന്നാ പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് നിർത്തിയിട്ടിരുന്ന കപ്പലിന്റെ മണ്ടയ്ക്ക് തന്നെ പോയി വീഴുന്നു. കപ്പൽ അങ്ങനെ തവിട് പൊടിയായിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ കടലിൽ മുങ്ങി. അങ്ങനെ ബോട്ടും പോയി അടിച്ചു വായി കിട്ടി എന്നുള്ള അവസ്ഥയിൽ സോമേഴ്സ് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വളരെ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ആഴ്ച തന്നെ കാണുന്നവരേക്കും ബൈ ബൈ.